സഭകളുടെ ജീർണത അനുഷ്ഠാന രംഗത്ത് പ്രഥമ ഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി പിടികൂടിയിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഇത് ഗൗരവമല്ലേ? ഈ ഒരു ചർച്ച ഉമ്മത്തിലേക്ക്, ഉമ്മത്തിന്റെ ഈ പതിതാവസ്ഥ കണ്ടുകൊണ്ട് 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ വളരെ വ്യക്തമായി പറഞ്ഞു, ലോകരെ ഈ പോക്ക് ശരിയല്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ അനുഷ്ഠാനം അത് തിരിച്ചറിഞ്ഞിട്ട് വേണം രണ്ടാമത്തതിലേക്ക് കടക്കാൻ. 3ഉം 4ഉം 5ഉം നിർവഹിക്കാൻ ഒന്നാമത്തത് പരിഗണിക്കണം. ഇത് പറയുന്നത്, ഇത് പഠിപ്പിക്കേണ്ടത്, ഇതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന സമൂഹത്തെ ദിശാബോധം നൽകിക്കൊണ്ട് ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന പരിശുദ്ധ റസൂലിന്റെ വഴി അംഗീകരിച്ച് അത് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിർവഹിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പ്രമേയത്തിലൂടെ ലോകത്തോട് പറയുന്നത്, അനുഷ്ഠാന രംഗത്ത് വമ്പിച്ച ജീർണത പണ്ഡിത സഭകൾക്ക് ബാധിച്ചിരിക്കുന്നു. ഈ ജീർണത ചില്ലറയല്ല. ഇത്തരം ഒരു സംഗതി ഉണ്ട് എന്ന് പറയുമ്പോ പരിഹസിച്ച് പല്ലിളിച്ചുകൊണ്ട് ഖുതുബുസ്സമാനെതിരെ തിരിയാനാണ് ഈ പണ്ഡിത പ്രവൃത്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു എന്ന കാരണത്താൽ എന്തൊക്കെ കോലാഹലങ്ങൾ. പൊതുജനങ്ങളാണ് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത്. അവര് പറഞ്ഞു കൊടുക്കണം പണ്ഡിതരോട്. അവർ ഇനി പുതിയ ഉസ്താദുമാരായി ഈ പണ്ഡിത സഭകളെ പാഠം പഠിപ്പിക്കുന്ന ഉസ്താദിയത്ത് പൊതുജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോഴേ തിരിച്ചറിവുണ്ടാവും. കാരണം ഇവർ വമ്പിച്ച ജീർണതയിലാണ്, സാമ്പത്തിക ജീർണത അവരെ പിടിപ്പെട്ടിരിക്കുന്നു. എന്റെ സുഹൃത്ത് ഫളിലുള്ള ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, സമ്പത്തിന്റെ മേലെ അടയിരുന്നു കൊണ്ട് അത് സ്വയത്തമാക്കാനുള്ള അക്ഷീണമായ യജ്ഞത്തിന്റെ അനന്തരഫലമായി സത്യത്തെ വകഞ്ഞു മാറ്റാൻ യാതൊരു പ്രയാസവും ഇല്ലാതെ ഒരു വികൃതമായ മനസ്സിന്റെ ഉടമകളായി പണ്ഡിതന്മാർ മാറി. ഒരു മഹല്ലിൽ ഒരു ഉസ്താദിനെ നിയോഗിച്ചാൽ മഹല്ലിൽ കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാത്തവർ, മഹല്ലിലെ കമ്മിറ്റിയെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉസ്താദുമാർ, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ദീന് പരിചയപ്പെടുത്താൻ അറിവുണ്ടായിട്ടും അത് പറയാനുള്ള ആർജവത്വം കാണിക്കുന്നതിൽ നിന്ന് പണം തടഞ്ഞു നിർത്തുന്ന അതിദാരുണമായ രംഗം കേരളത്തിന്റെ ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആണത്തമുള്ള, പാണ്ഡിത്യമുള്ള, വിവരമുള്ള, വിവേകമുള്ള കാര്യങ്ങൾ വകച്ചേദിച്ച് മനസ്സിലാക്കി ഉമ്മത്തിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ യോഗ്യമായ ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ഖുതുബുസ്സമാൻ ആഗ്രഹിച്ചു. മഹാനുഭാവൻ കേവലമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ സമ്മതത്താൽ, പരിശുദ്ധ റസൂലിന്റെ സമ്മതത്താൽ, ഗൗസുൽ ആദമിന്റെ സമ്മതത്താൽ ഇവിടെ വന്നുകൊണ്ട് ഈ നെറികെട്ട പരിതസ്ഥിതിയോട് സമരം ചെയ്യുകയാണ് ഖുതുബുസ്സമാൻ ചെയ്തത്. അനുഷ്ഠാന രംഗത്തുള്ള ഈ പലിതാവസ്ഥ പരിഹരിക്കേണ്ട അനുപേക്ഷണീയത എന്റെ ഈ സമൂഹം തിരിച്ചറിയണമെന്ന് ഖുതുബുസ്സമാൻ വളരെ വ്യക്തമായി ലോകത്തോട് പറഞ്ഞു. അതിന് പരിഹാരമായി അധികാര കേന്ദ്രങ്ങളെ പിടിക്കാൻ പറ്റുമെന്നാണ് നോക്കിയത്. എന്നിട്ട് പറയാണ് ഖുതുബുസ്സമാൻ തീവ്രവാദി, ഖുതുബുസ്സമാൻ തീവ്രവാദം പ്രചരിപ്പിക്കുകയാണ്. ആ രീതിയിലുള്ള വളരെ നീചവും നികൃഷ്ടവുമായ പ്രഖ്യാപനങ്ങൾ അവർ നടത്തുന്നു. യഥാർത്ഥത്തിൽ തെക്കൻ ജില്ലകളിൽ തീവ്രവാദപരമായ പ്രവർത്തനങ്ങളുടെ നെടുനായകത്വം വഹിക്കുന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് ആർക്കാ കൂട്ടരെ നിഷേധിക്കാൻ കഴിയുക? ആർക്ക് കഴിയും? ഏത് തീവ്രവാദി വന്നാലും, ഏത് വിധ്വംസക പ്രവർത്തനത്തിന് നായകത്വം വഹിക്കുന്നവർ വന്നാലും അവരെ മുഴുവൻ ചൂടും ചോറും എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും നൽകിക്കൊണ്ട് അവരെ പരിരക്ഷിച്ചു. അല്ലേ? തെക്കൻ മേഖലയിലുള്ള ആളുകൾ ആലോചിക്കുക, അവർ ജമാഅത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. മഹല്ല് ജമാഅത്തിന് വലിയ പ്രാധാന്യം നൽകും.
വടക്ക് ഭാഗത്തുനിന്നോ മറ്റോ കേറി വരുന്ന ഏതെങ്കിലും മുസ്ലിയാരെ പിടിച്ച് പള്ളിയിലാക്കും. എന്നിട്ട് തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള, തങ്ങൾക്ക് വിജയിക്കാനുള്ള, തങ്ങൾക്ക് ആത്യന്തികമായ സുരക്ഷ സ്വായത്തമാക്കാനുള്ള സന്ദേശങ്ങൾ മുച്ചൂടും വിഭാടനം ചെയ്യുന്ന രീതിയിൽ ഈ മുസ്ലിയാര് മുന്നോട്ട് നീങ്ങുമ്പോ ഈ അധർമ്മകാരിയായ പണ്ഡിതനെ പിടിച്ച് മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥമായ ഈമാനിന്റെ പ്രതീകങ്ങളായ പണ്ഡിതന്മാരെ തങ്ങളുടെ മഹല്ലിൽ കൊണ്ടുവന്നാക്കാൻ വിസമ്മതിക്കുകയാണ്. എന്തേ കാര്യം? തങ്ങളുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അനാശാസ പ്രവണതകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലയിക്കെട്ടുകാരന്, ഒരു തൊപ്പിക്കാരന്, ഒരു താടി വെച്ചവന്, ഒരു ശുഭ്രവസ്ത്രധാരിയെയാണ് ഞങ്ങളുടെ മഹലിൽ വേണ്ടത്. നെറുകേടുകൾക്ക് സമ്മതം മൂളുന്ന ഉസ്താദ്, വേണ്ടാവൃത്തികൾക്ക് സമ്മതം മൂളുന്ന ഉസ്താദ്, അനിസ്ലാമിക പാരമ്പര്യങ്ങൾക്ക് സമ്മതം മൂളുന്ന ഉസ്താദ്, അധാർമിക പ്രവർത്തനങ്ങൾക്ക് സമ്മതം നൽകുന്ന ഉസ്താദ്, അങ്ങനത്തെ ഒരു ഉസ്താദ് സംരക്ഷിക്കപ്പെടണം. സമ്പൂർണമായ ജീർണതയല്ല മഹല്ലുകളിൽ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈമാനിന്റെ സത്യസന്ധമായ വടിയിലേക്ക് ഖുത്ബുസ്സമാൻ വിളിച്ചപ്പോ അവർക്കെതിരെ കല്ലെറിയാനും കൂക്കി വിളിക്കാനും ആയുധമെടുക്കാനും ശ്രമം നടത്തിയവർ നാട്ടിന്റെ അഷ്ടദിക്കുകളിൽ അനാശാസ പ്രവണതകൾ കൊണ്ട് നാടും നഗരും നെറുകേടിന്റെ മേഖലയാക്കി മാറ്റുന്നവർക്കെതിരെ മിണ്ടാൻ കഴിയാത്ത ദുരവസ്ഥ. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. കള്ളുകുടിയന്മാരെ കൊണ്ട്, പെണ്ണ് പിടിയന്മാരെ കൊണ്ട്, വ്യഭിചാരം കൊണ്ട്, അശ്ലീലതകളെ കൊണ്ട്, അനാശാസ പ്രവണതകളെ കൊണ്ട്, അധാർമിക പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും എതിരെ നീങ്ങുന്ന സർവ പ്രവർത്തനങ്ങളും നാട്ടിൽ അരങ്ങ് തകർക്കുമ്പോ അരുത് എന്ന് പറയാൻ കഴിയാത്ത പണ്ഡിതരും അവർക്ക് സെക്യൂരിറ്റിയായി നിലകൊള്ളുന്ന ജമാഅത്ത് കമ്മിറ്റികളും ജീർണതയുടെ പ്രതിരൂപങ്ങളായി മാറിയിരിക്കുകയാണ്. ഖുത്ബുസ്സമാൻ 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ ഈ മഹല്ല് ജമാഅത്തുകളിൽ നേതൃപരമായ ധർമ്മം നിർവഹിക്കുന്നവരോട് പറയുന്നത്, ഈ പോക്ക് അപകടമാണ്, ഈ പോക്ക് ഭീഷണമാണ്, ഈ പോക്ക് നരകത്തിലേക്കാണ്, ഈ പോക്ക് ഇബ്ലീസിയൻ പന്താവിലാണ്. അതുകൊണ്ട് മാറണം, ഒരു മാറ്റം സ്വീകരിക്കണം. ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതർ അത് ഇബ്ലീസിന്റെ പാണ്ഡിത്യമാണ്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിത സംഘടനകൾ അത് ഇബ്ലീസിയൻ പണ്ഡിത സംഘടനകളാണ്. അവർ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചാലും, റസൂലിന്റെ പേരിൽ പ്രവർത്തിച്ചാലും, അള്ളാഹിന്റെ പേരിൽ പ്രവർത്തിച്ചാലും അവർ സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രതിരൂപങ്ങളാണ്. ഇന്ന് തുറന്ന് പ്രഖ്യാപിച്ചപ്പോ പലർക്കും പ്രയാസം തോന്നി അല്ലേ? അനുഷ്ഠാന രംഗം സമ്പൂർണമായി മലിനമായി. നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ എന്തിനാണ് നിസ്കാരം എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥ. ചെറുപ്പക്കാരൊക്കെ പള്ളിയിലേക്ക് വരികയാണ്. ഖുത്ബുസ്സമാൻ സാധാരണയായി ഓതാറുള്ള ഒരു ഹദീസ്, അവസാന കാലത്ത് നിസ്കാരക്കാർ വർദ്ധിക്കും, ഓത്തുകാർ വർദ്ധിക്കും, ഖുർആൻ പാരായണം ധാരാളം ഉണ്ടാകും. പക്ഷേ വലൈസ ഫീഹിം ഈമാൻ, അവരിൽ ഈമാൻ ഉണ്ടാവുകയില്ല എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പള്ളികൾ നിറഞ്ഞു കവിയാൻ തുടങ്ങിയില്ലേ? നിസ്കാരക്കാരൊക്കെ എല്ലാവരും നിസ്കരിക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വഖത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കാൻ സാധിച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ കഴിയാതെ വിറളി പിടിച്ചിരിക്കുന്ന ഉമ്മത്തിന്റെ മുഖത്ത് നോക്കി പള്ളിയിൽ വരുന്നവരുടെ കീശയിൽ നിന്ന് കാശ് തട്ടാൻ വേണ്ടിയുള്ള ഒരു നിസ്കാരമല്ലാതെ മറ്റെന്താണ് നിർവഹിക്കപ്പെട്ടത്? അനുഷ്ഠാന രംഗം ജീർണിച്ച് വളരെ മോശമായ ചിത്രത്തിലേക്ക് മാറിയില്ലേ? നോമ്പുകാലം വരാനിരിക്കാം, പള്ളികളിൽ നിന്ന് പ്രഭാഷണം ആരംഭിക്കാറായി. എന്തേ? റമളാനിൽ മനുഷ്യന്റെ മനസ്സ് ഒന്ന് വിമലീകരിക്കപ്പെടുമെന്ന്, ഒന്ന് പാകപ്പെടുമെന്ന്, ഒന്ന് പട്ടിണി കിടക്കുമ്പോ പാകപ്പെടുമെന്ന് പണ്ഡിതർ തിരിച്ചറിയിച്ചു. അതുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ ആ പള്ളിയിൽ പണിയെടുക്കുന്ന പണ്ഡിതന്റെ കടം വീട്ടാനുള്ള, കുട്ടിയെ കെട്ടിക്കാനുള്ള, വീട് വെക്കാനുള്ള മാസമായി ഈ മാസത്തെ തെരഞ്ഞെടുത്തു. അനുഷ്ഠാന രംഗം മലിനമായില്ലേ?
ലൈലത്തുൽ ഖദറിന്റെ പരിശുദ്ധമായ രാത്രിയിൽ പടച്ച തമ്പുരാനുമായുള്ള ബന്ധത്തിന്റെ സാധൂകരണം സാധ്യതപ്രായമാക്കാൻ കഴിയാത്ത വിധം പിരിവിന്റെ രംഗവേദി നാട്ടിൽ അരങ്ങ് തകർക്കുന്ന ദാരുണമായ അവസ്ഥ അനുഷ്ഠാന രംഗം മലിനമാക്കിയില്ലേ നമ്മുടെ പണ്ഡിതർ? ഹജ്ജ് പോലും വളരെ മോശമായ രീതിയിൽ കച്ചവടവൽക്കരിക്കപ്പെട്ടു. ഞാൻ ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്ന ആളുകളെ വിമർശിക്കുകയല്ല, പക്ഷേ വമ്പിച്ച കൊള്ളലാഭം വാങ്ങിക്കൊണ്ട് പാവപ്പെട്ട ആളുകളുടെ മടിശീലയിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഈ പണം എന്തുമാത്രം നീചമായ പ്രവർത്തനമാണ് എന്ന് ആലോചിക്കാൻ അവസരം ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരരോട് ആവശ്യപ്പെടുകയാണ്. ഹജ്ജ് കച്ചവടവൽക്കരിച്ചു, ജീർണിച്ച ഒന്നായി മാറിയില്ലേ? മത്സരമല്ലേ? അപകടകരമായ മത്സരം. അള്ളാഹുവിന് വേണ്ടിയുള്ള അനുഷ്ഠാനമാണെന്ന രീതിയിൽ നിർവഹിക്കപ്പെടാൻ കഴിയാത്ത ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് അനുഷ്ഠാന മേഖലകൾ അഖിലം ജീർണിച്ച് വളരെ മലിനമായിരിക്കുകയാണ്. വിശ്വാസരംഗം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസം, ജഗന്നിയന്താവായ പടച്ച തമ്പുരാനിലും പരിശുദ്ധ റസൂലിലുമുള്ള വിശ്വാസം. എവിടെ വിശ്വാസം? കേവലം ഒരു പാരായണ വിശ്വാസമല്ലാതെ മാധ്യമം പത്രം, ചന്ദ്രിക പേപ്പർ, മനോരമ പത്രം, മാതൃഭൂമിയൊക്കെ നിരന്തരം വായിക്കുന്നവരാണെന്ന് അതിലുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഓരോ റിപ്പോർട്ടുകളും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ആരെങ്കിലും പറയുമോ അത് വിശ്വസിച്ചു എന്ന്? ഞാൻ ഇന്ന് മാതൃഭൂമി വായിച്ചു, അതൊക്കെ മനഃപ്പാടമാക്കിയിട്ട് അത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഒരു പാരായണ വിശ്വാസം. അള്ളാഹു ഒരുവനാണ്, അവനല്ലാതെ ഇലാഹില്ല, അവനെ മാത്രമേ ആരാധിക്കാവൂ. ജീവിപ്പിക്കുന്നവനവൻ, മരിപ്പിക്കുന്നവനവൻ, ഭക്ഷണം നൽകുന്നവനവൻ, പാർപ്പിടം നൽകുന്നവനവൻ, മഴ വർഷിപ്പിക്കുന്നവനവൻ പറയുകയാണ്. ഇതൊരു വിശ്വാസമായി മനുഷ്യന്റെ എന്ന് പറയുന്ന നിങ്ങളാണ് വിശ്വാസദാർഢ്യരെങ്കിൽ ഏറ്റവും സമുത്കൃഷ്ടരെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച വിശ്വാസദാർഢ്യത എന്റെ പ്രിയപ്പെട്ട സഹോദരരെ കൈവന്നുവോ? വന്നോ? മദ്രസ പാഠബുക്കുകളിൽ നിന്ന് വായിച്ചെടുത്ത കേവലമായ പാരായണമല്ലാതെ മറ്റെന്താ? ഖുതുബുസ്സമാൻ 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ വളരെ വ്യക്തമായി കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻ, ഹൃദയത്തിൽ പരിശുദ്ധമായ ഈമാൻ നിറച്ചു വെച്ച് തന്നുകൊണ്ട്, പരിശുദ്ധമായ ഈമാൻ ആത്മാവുകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ ലോകത്തിന് പരിശുദ്ധ പ്രവാചകൻ 14 മുമ്പ് പഠിപ്പിച്ച, പരിശുദ്ധ സഹാബത്ത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ചേർത്ത് വെച്ച, ഗൗസുൽ ആദം ലോകത്തിന് പരിചയപ്പെടുത്തിയ അങ്ങനെ മഹത്തായ മഹിതമായ സത്യത്തിന്റെ ഈ തുടർച്ചയായ ആവർത്തനങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഈമാൻ, ബദറിന്റെയും മുഹദിന്റെയും ഖന്തക്കിന്റെയും രണഭൂമികളിൽ ഏതു വലിയ പ്രതിസന്ധികൾ വന്നപ്പോഴും ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ച ഈമാൻ, പ്രതിസന്ധികളും പ്രക്ഷോഭണങ്ങളും ഏതു വലിയ പോരാട്ടങ്ങളും ഉണ്ടായാലും ഒരിക്കലും തകർത്തെറിയാൻ കഴിയാത്ത ഒരു ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻ എന്ന് പറഞ്ഞ ആ മഹത്തായ ഈമാൻ ഇന്നെവിടെയാണുള്ളത്? ഇത് 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ വ്യക്തമായി ലോകത്തോട് പഠിപ്പിച്ചു. ലോകത്തെ വിളിച്ചിട്ട് ശരിയാവണ്ണം പരിശീലനം നൽകി. ഈ ഈമാനിലേക്കാണ് ലോകം വരേണ്ടത്. അല്ലാതെ പൂർവിക മഹത്തുക്കൾക്ക് ഇത്ര ഈമാൻ ഉണ്ടായിരുന്നു, അത്ര ഈമാൻ ഉണ്ടായിരുന്നു. നാം 21-ാം നൂറ്റാണ്ടിൽ ഒന്നുമില്ലാത്ത ചപ്പ് ചവറുകൾ അങ്ങനെയായി മാറേണ്ടവരല്ല. മറിച്ച് ആ പൂർവ്വ പാരമ്പര്യത്തിന്റെ യഥാർത്ഥമായ പ്രണേതാക്കളായി മാറേണ്ട ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങളായി നിലയുറപ്പിക്കേണ്ട പരിശുദ്ധ റസൂലിന്റെ യഥാർത്ഥമായ അനുയായികൾക്കുണ്ടായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ആ ഉജ്ജ്വലമായ ഈമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അനുഗ്രഹീതമായ സാന്നിധ്യങ്ങളുടെ
ഒരു പുതിയ വരവാണ്, ഒരു ആവർത്തനമാണ് നിർവഹിക്കപ്പെടേണ്ടതെന്ന് ഖുതുബുസ്സമാൻ ലോകത്തോട് പറഞ്ഞു. പണ്ഡിത സഭകൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പണ്ഡിത സഭകൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? വിശ്വാസരംഗം വളരെ ജീർണതകളെ കൊണ്ട് വീർപ്പുമുട്ടിയില്ലേ? നായകത്വം വഹിക്കുന്ന നേതാക്കൾക്ക് പോലും ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദാരുണമായ അവസ്ഥ. ഈമാൻ അത് കേവലം പ്രഭാഷണങ്ങളിൽ, ഈമാൻ അത് എഴുത്തുകുത്തുകളിൽ, ഈമാൻ അത് മജ്‌ലിസുകളിൽ, ഈമാൻ അത് വഅളുകളിൽ ഒതുങ്ങി നിന്നില്ലേ? ഈമാൻ ഹൃദയത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന ഈമാൻ, ആത്മാവുകളിൽ സന്നിവേശിക്കുന്ന ഈമാൻ, എല്ലാ സമയങ്ങളിലും പരിശുദ്ധനായ നാഥനെയും പരിശുദ്ധ റസൂലിനെയും കൊണ്ടു നടക്കാൻ യോഗ്യമായ അനുഗ്രഹീതമായ ഒരു ഈമാൻ അത് ലഭ്യമായോ? വിശ്വാസരംഗത്ത് സമ്പൂർണമായ പതനവും പരാജയവും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ സമൂഹത്തിന് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പണ്ഡിത സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുഷ്ഠാന രംഗത്ത് ജീർണത, വിശ്വാസരംഗത്ത് ജീർണത കടഞ്ഞില്ല. ആധ്യാത്മിക രംഗം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, അല്ലേ? ഇഹ്സാൻ ആധ്യാത്മിക രംഗം വളരെ മലിനമായി. ഫളിലുള്ള ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഖുതുബുസ്സമാൻ 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ വളരെ വ്യക്തമായി ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ലോക ജനസഞ്ചയത്തിന് അനുഷ്ഠാന കാര്യങ്ങളിലേക്ക് വഴിതെളിയിച്ചതുപോലെ, വിശ്വാസദാർഢ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വഴിതെളിയിച്ചതുപോലെ, ആധ്യാത്മിക രംഗത്ത് അതിക്രൂരമായി ഭത്സിക്കപ്പെട്ട ഉമ്മത്തിന്റെ മുന്നിലേക്ക് ഖുതുബുസ്സമാൻ വന്നുകൊണ്ട് പറഞ്ഞു, ആധ്യാത്മിക രംഗം അവഗണിച്ചു കഴിഞ്ഞാൽ സമ്പൂർണമായി ഇസ്ലാം അത് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഇഹ്സാനെ മാറ്റി നിർത്താൻ പറ്റില്ല. സമ്പൂർണമായ ഇഹ്സാൻ ആധ്യാത്മിക രംഗം ഇവിടെ സുസ്ഥാപിതമാകേണ്ടതുണ്ട്. മഹാനായ ഖുതുബുസ്സമാൻ പഠിപ്പിച്ചു. എന്തു പറഞ്ഞു പണ്ഡിത സഭകൾ? എന്തേ അവർ മുന്നോട്ട് വെച്ചത്? വളരെ മോശമായ രീതിയിൽ ആധ്യാത്മിക രംഗത്തിന് യോഗ്യരായ ഗുരുക്കന്മാർ, ഷെയ്ഖുമാർ, ആധ്യാത്മിക നായകന്മാർ അത് 1824 മുറിഞ്ഞു പോയിരിക്കുന്നു, ഇല്ലാതെയായിരിക്കുന്നു, തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അങ്ങനെ ഒന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം അപ്രത്യക്ഷമായിരിക്കുന്നു, അല്ലേ? ഖുതുബുസ്സമാൻ പുതിയ ലോകത്തോട് സംവദിച്ചപ്പോ പ്രമാണ നിബദ്ധമായി കാര്യങ്ങൾ വിശദീകരിച്ച് പ്രായോഗിക രംഗത്തെ വിജയകരമായ യാത്ര നടത്തിയപ്പോ മാറ്റം തുടങ്ങിയില്ലേ? മാറ്റം തുടങ്ങിയില്ലേ? ഫളിലുള്ള ഫൈളി സൂചിപ്പിച്ചു സമസ്തയുടെ സമ്മേളനത്തിൽ നടന്നത്. ഷെയ്ഖ് ഇല്ല എന്ന് പറഞ്ഞവർ, ഷെയ്ഖ് വേണ്ട എന്ന് പറഞ്ഞവർ, ആധ്യാത്മിക രംഗം അപ്പാടെ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവർ, പരസ്യമായി പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന വേദികളിൽ 10,000-വും 20,000-വും ആളുകൾക്ക് ഒന്നാകെ ബൈഅത്ത് കൊടുക്കാൻ തുടങ്ങി, അല്ലേ? ഇസ്ലാമിനെ തകർക്കാൻ പണ്ഡിത സഭകൾ രൂപീകരിക്കപ്പെട്ട പോലെ, ഈമാനിനെ തകർക്കാൻ പണ്ഡിത സഭകളെ ഉപയോഗപ്പെടുത്തിയതുപോലെ ഇബ്ലീസ് ഇഹ്സാനിനെ, ആധ്യാത്മിക മേഖലയെ തകർക്കാനും പണ്ഡിത സഭകളെ ഉപയോഗപ്പെടുത്തി. ഷെയ്ഖില്ല എന്ന് പറഞ്ഞ അതേ വായ കൊണ്ട് ഇതാ നിങ്ങൾ എല്ലാവരും പിടിച്ചോ, ഒറ്റടിക്ക് കൊടുക്കുക, അല്ലേ? കഴിഞ്ഞില്ല. എന്നിട്ട് പ്രഖ്യാപിക്ക 10,000 കോപ്പി അടിച്ചതുള്ളൂ, ബാക്കി ഇനി അടിച്ച് അടുത്ത് വരും, സ്വീകരിച്ചോളൂ. എന്തേ അങ്ങനെ ഒരു മാറ്റം? പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുഷ്ഠാനമുഖം, പരിശുദ്ധമായ ഈമാനിന്റെ വിശ്വാസമുഖം വളരെ സവിസ്തരമായി കേരളീയ ജനസഞ്ചയത്തിന് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ അവര് മാറാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ജനായിരങ്ങൾ ഈ പണ്ഡിത സഭകളുടെ കരാള ദ്രംഷ്ടങ്ങളിൽ നിലയുറപ്പിച്ചവരായിരുന്നു, പിടിയിലായിരുന്നവരുടെ ദ്രംഷ്ടങ്ങളിലായിരുന്നു.
പക്ഷേ ഇസ്ലാം ഇന്നതാണ് കൂട്ടരെ എന്ന് ഖുത്ബുസ്സമാൻ പറഞ്ഞപ്പോ ആ തിരിച്ചറിവിലേക്ക് കയറി വന്നവരാണ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനായിരങ്ങൾ. മഹാനായ ഖുത്ബുസ്സമാൻ ഈമാനിന്റെ ശരിയായ ലൈൻ ലോക ജനതയോട് പറഞ്ഞപ്പോ ലോകത്തിന്റെ അട്ടദിക്കുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നു. ഈ കഴിഞ്ഞ മാസമാണ് ന്യൂസിലൻഡിൽ നിന്ന് വന്നിട്ട് മഹാനായ ഖുത്ബുസ്സമാനെ ബൈഅത്ത് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായി ഈ സന്ദേശം സത്യമാണ് എന്ന് സ്വീകരിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഉന്നതരായ വ്യക്തിത്വങ്ങൾ. ആരെല്ലാം ഖുത്ബുസ്സമാനെ സ്വീകരിച്ചു? കേരളത്തിലെ ഈ കിണറ്റിലെ തവള പോലെ കടിയുന്ന പണ്ഡിത സഭകളിലെ ഒരു 160 തലപ്പാവുകൾക്ക് അപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയണം. മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവന്റെ പൗത്രൻ, വളരെ വ്യക്തമായി നിങ്ങളുടെ ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ വന്നിട്ട് വളരെ വ്യക്തമായി ആധ്യാത്മിക രംഗത്ത് മഹാനായ ഖുത്ബുസ്സമാൻ നടത്തുന്ന വമ്പിച്ച മുന്നേറ്റം, അതിൽ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം സംതൃപ്തനാണ് എന്ന് വളരെ വ്യക്തമായി എറണാകുളം ജില്ലയിൽ നിന്നാണ് വളരെ പരസ്യമായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞു ഈ അടുത്ത് അങ്ങകലെ ബസറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവന്റെ പ്രിയപ്പെട്ട പൗത്രൻ അഹ്മദ് അസൂൻ റിഫായി എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം, മഹാനുഭാവൻ കിടന്നുറങ്ങുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട വല്യുപ്പ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയാണ്, ഈ കാലഘട്ടത്തിന്റെ ഖുത്ബ്, ഈ കാലഘട്ടത്തിന്റെ ഖുത്ബുസ്സമാൻ അതങ്ങകലെ ഇന്ത്യയിലെ കേരളത്തിലെ ആലുവയിലെ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തിയാണ് എന്ന് അദ്ദേഹം ഉറക്കിൽ നിന്ന് നെട്ടി ഉണർന്നു. വീണ്ടും ഉളൂ ചെയ്ത് വീണ്ടും കിടന്നു. വീണ്ടും തന്റെ വല്യുപ്പ വന്നിട്ട് പറഞ്ഞു, സംശയിക്കണ്ട, ഈ കാലഘട്ടത്തിന്റെ ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തിയാണ് എന്ന്. അദ്ദേഹം ഇതൊരു സാധാ സ്വപ്നമല്ലല്ലോ എന്ന് കരുതി നെട്ടി ഉണർന്ന് വീണ്ടും ഉളൂ ചെയ്ത് വീണ്ടും കടന്നു. മൂന്നാം തവണയും തന്റെ വല്യുപ്പ ലോക ഇസ്ലാമിക ചിത്രത്തിലെ അദ്വിതീയ വ്യക്തിത്വം മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വന്നിട്ട് പറഞ്ഞു, സംശയിക്കണ്ട, ലോകത്തോട് പ്രഖ്യാപിക്കണം, ഈ കാലഘട്ടത്തിന്റെ ഖുത്ബ് 21ാം നൂറ്റാണ്ടിന്റെ നായകൻ ഖുത്ബുസ്സമാൻ അത് ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവയിലെ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന്. എന്തു ചെയ്തു അദ്ദേഹം? മലയാളം അറിയാത്ത ബസറയുടെ മണ്ണിൽ